ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോഴ്സ്, വൈബ്രേഷൻ ആൻഡ് റെസണൻസ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് മിക്സി വർക്ക് ചെയ്യിച്ചാൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിച്ച് അതുണ്ടാക്കുന്ന സൗണ്ട് എന്താണെന്ന് ശ്രദ്ധിക്കുക. എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്കിന്റെ സ്റ്റെമ്മ് ഒരു ടേബിളിൽ പ്രസ് ചെയ്യിക്കുമ്പോൾ സൗണ്ട് ലൗഡർ ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതിന്റെ കാരണം ട്യൂണിംഗ് ഫോർക്കിനോടൊപ്പം ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രേരണയാലാണ് ഈ ടേബിള് വൈബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് ഈ ടേബിളിൽ വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ തരം വൈബ്രേഷന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഓബ്ജെക്ട്. ഫിഗർ 1.5a നോക്കുക. ഇവിടെ രണ്ട് സെറ്റ് ഹാക്സോ ബ്ലേഡുകൾ തന്നിട്ടുണ്ട്. എയും സിയും ഇയും ഐഡന്റിക്കൽ ആണ്. അവയുടെ ലെങ്ത് ഏകദേശം 13 സെന്റിമീറ്റർ ആണ്. ബിയും ഡിയും എഫും ഐഡന്റിക്കൽ ആണ്. അവയുടെ ലെങ്ത് 17 സെന്റിമീറ്റർ ആണ്. രണ്ട് വുഡൻ ബ്ലോക്കുകളുടെ ഇടയിലാണ് അവ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്ത് ഹാക്സോ ബ്ലേഡ് എയെ എക്സൈറ്റ് ചെയ്യിക്കുക. എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വുഡൻ ബ്ലോക്കും വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ കാരണം ബാക്കിയുള്ള ബ്ലേഡുകളെല്ലാം വൈബ്രേറ്റ് ചെയ്യും. ഈ ബ്ലേഡുകളെല്ലാം ഒരേ ആംപ്ലിറ്റ്യൂഡിലല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്. എയെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എയും സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ നിന്ന് കഴിയുമ്പോൾ ബിയെ എക്സൈറ്റ് ചെയ്യിക്കുക. അപ്പോൾ ബിയും ഡിയും എഫും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹാക്സോ ബ്ലേഡ് എയെ എക്സൈറ്റ് ചെയ്യിച്ചപ്പോൾ സിയും ഇയും എയോടൊപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇവിടുത്തെ ഫോഴ്സിങ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ആണ്. കാരണം എ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് മറ്റു ബ്ലേഡുകൾ വൈബ്രേറ്റ് ചെയ്തത്. മറ്റു ബ്ലേഡുകൾക്ക് ഫോഴ്സ്ഡ് ഓബ്ജക്ട്സ് എന്ന് പറയാൻ സാധിക്കും. സിയും ഇയും എയും ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് എ വൈബ്രേറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും സിയും ഇയും വൈബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ വൈബ്രേഷൻ ഓഫ് ദ ഫോഴ്സിങ് ഓബ്ജക്ട് ഈസ് ഈക്വൽ ടു ദ വൈബ്രേഷൻ ഓഫ് ദ ഫോഴ്സ്ഡ് ഓബ്ജക്ട്. അങ്ങനെയെങ്കിൽ ഈ ഓബ്ജക്ട്സ് റെസണൻസിലാണ് എന്ന് പറയുന്നു. അങ്ങനെ ഓബ്ജക്ട്സ് റെസണൻസിലാണെങ്കിൽ അവ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ ബി ആണ് ടാപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബിയോടൊപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിയും എഫും ആയിരിക്കും. കാരണം ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ബി ആൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓഫ് ഡി ആൻഡ് എഫ് ആർ ഈക്വൽ. So they are in resonance. So these objects vibrate with maximum amplitude. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് ഡു യു ഒബ്സർവ്? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് ഓർ ഓൺലി എ വൈബ്രേറ്റ്സ്? ഹാക്സോ ബ്ലേഡ് എ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും. So all blades vibrate എന്നതാണ് ആൻസർ. Are all the blades vibrating with the same amplitude? No. Which of them vibrates with maximum amplitude? Hacksaw blade A vibrate ചെയ്യിക്കുമ്പോൾ എയോടൊപ്പം സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. So the answer is A, C, E. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. After all the blades have stopped vibrating, excite B and record the observation in the science diary. Hacksaw blade B excite ചെയ്യിച്ചാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ബിയും ഡിയും എഫും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ബി, ഡി ആൻഡ് എഫ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When blade A vibrates, why would the hacksaw blades C and E vibrate with maximum amplitude? എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഹാക്സോ ബ്ലേഡ്സ് സിയും ഇയും എയോടൊപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി
ഈക്വൽ ആകുന്നത് കൊണ്ടാണ്. ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ, ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. സോ ഒരു ഫോഴ്സിങ് ഓബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഓബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ ആ ഓബ്ജക്ട്സ് റെസണൻസിലാണെന്ന് പറയുന്നു. അങ്ങനെ റെസണൻസിലാണെങ്കിൽ ആ ഓബ്ജക്ട്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഓബ്ജക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഓബ്ജക്ട് ആർ ഈക്വൽ, ദ ഓബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസണൻസ്. The objects undergoing resonance will vibrate with maximum amplitude. ഫിഗർ 1.5b നോക്കുക. ഏകദേശം 50 സെന്റിമീറ്റർ ലെങ്തും 4 സെന്റിമീറ്റർ ഡയമീറ്ററുമുള്ള ഒരു PVC പൈപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ രീതിയിൽ മുക്കുക. പൈപ്പിന്റെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ വെള്ളം, ബാക്കി ഭാഗത്തുള്ളത് എയർ ആണ്. ഒരു ട്യൂബിലോ പൈപ്പിലോ ഉള്ള എയറിന് നമ്മൾ എയർ കോളം എന്നാണ് പറയുന്നത്. 512 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് ഈ പൈപ്പിന്റെ മൗത്തിനോട് ചേർത്ത് വെക്കുക. ഈ ട്യൂണിംഗ് ഫോർക്കും പൈപ്പും സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ആയി കഴിയുമ്പോൾ സൗണ്ട് ലൗഡർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. എന്തായിരിക്കും അതിന്റെ കാരണം? ഈ എയർ കോളത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ ഈ എയർ കോളം ട്യൂണിംഗ് ഫോർക്കുമായി റെസണൻസിലാണ്. അത് കാരണം ഈ എയർ കോളം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. സോ ദ എയർ കോളം ഈസ് ഇൻ റെസണൻസ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്, സോ ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. In MRI scanning, in radio tuning, in musical instruments like guitar, violin, veena, harmonium, mridangam, etc., in stethoscope, in instruments like megaphones, horns, and musical instruments like trumpets and nagaswaram. ഇവിടെ 3 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. The frequency of a simple pendulum is 1 Hz. What is its period? Frequency small letter f is equal to 1 Hz. Time period capital letter T is equal to question mark. Time period T is equal to 1 by f, that is equal to 1 divided by 1. കാരണം f is equal to 1 Hz ആണ്. 1 by 1 ചെയ്യുമ്പോൾ നമുക്ക് 1 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ടൈം പീരീഡിന്റെ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്, സെക്കൻഡ് ആണ്. സോ 1 സെക്കൻഡ് ഈസ് ദ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. If a pendulum takes 0.5 second to complete one oscillation, what is its frequency? ഒരു ഓസിലേഷൻ നടത്താൻ പെൻഡുലം എടുക്കുന്ന സമയമാണ് 0.5 സെക്കൻഡ്. ഒരു ഓസിലേഷൻ നടത്താൻ എടുക്കുന്ന സമയത്തിന് ടൈം പീരിയഡ് എന്നാണ് പറയുന്നത്. സോ 0.5 സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്, ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ T is equal to 0.5 സെക്കൻഡ്, F is equal to question mark. F is equal to 1 divided by T, that is equal to 1 divided by T യുടെ സ്ഥാനത്ത് 0.5 കൊടുക്കുക. സോ 1 by 0.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിലെ ഡെസിമൽ കളയണം. ഡിനോമിനേറ്ററിലെ ഡെസിമൽ കളയാൻ 10 കൊണ്ട് 0.5നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഡിനോമിനേറ്ററിൽ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 by 0.5 ഇൻറ്റു 10 by 10 ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ന്യൂമറേറ്ററിലെ 10 എന്ന് കിട്ടും, ഡിനോമിനേറ്ററിലെ 0.5 ഇൻറ്റു 10 എന്ന് കിട്ടും. 0.5 ഇൻറ്റു 10 ഈസ് 5. സോ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. 2 ഹേർട്സ് ഈസ് ദ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A tuning fork of frequency 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? ഒരു 512 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ടേബിളിൽ പ്രസ് ചെയ്യിക്കുക.
ടേബിളും വൈബ്രേറ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് എന്നാണ് ആൻസർ. വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ നോൺ ആസ്? ആ ഫിനോമിനന് പറയുന്ന പേര് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ്. ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ കാരണം ടേബിളും വൈബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. 256 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിന് ചുറ്റുമുള്ള എയറും ഒരു സെക്കൻഡിൽ 256 ടൈംസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ട്യൂണിംഗ് ഫോർക്ക് ചെവിയുടെ അടുത്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇയർ ഡ്രമ്മും ഒരു സെക്കൻഡിൽ 256 ടൈംസ് വൈബ്രേറ്റ് ചെയ്യും. ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അടുത്തുള്ള എയറും വൈബ്രേറ്റ് ചെയ്യുന്നത്? How does the air near it vibrate when the tuning fork vibrates? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.